അപ്പൊ എണ്ണ ഒഴിക്കുക, അതിനുശേഷം ബീഫ് ഇടുക, അതിനുശേഷം 25 ഉള്ളി ഇടുക, അതിനുശേഷം 25 ഉള്ളിയോ? എന്റെ കണക്കിന് ഞാൻ പറയുമ്പോ അതിനിടയിൽ ചോദിക്കില്ല. കാരണം എനിക്ക് സംശയം എത്ര ബീഫിനാ 25 ഉള്ളി അറിയണ്ടേ. പൊളിച്ചു വെച്ച ഉള്ളി കടയിൽ കിട്ടും, അതല്ലെങ്കിൽ നമുക്ക് തന്നെ പൊളിച്ചെടുക്കാം ഉള്ളി. അപ്പൊ ഉള്ളി ഇടുക, പിന്നെ കറിവേപ്പില ഇടുക, പിന്നെ മുളക് പൊടി 2 ടീസ്പൂൺ ഒന്നും പറയണില്ല. മുളക് പൊടി ഇടുക, മല്ലിപ്പൊടി ഇടുക, മഞ്ഞപ്പൊടി ഇടുക, ഗരം മസാല ഇടുക, കുരുമുളക് ഇടുക. ടീസ്പൂണിലാണ് കളി മാറുന്നത്. ടീസ്പൂൺ ഞാൻ പിന്നെ പറഞ്ഞത്, ഇതൊക്കെ സമയം പോകും. അതിനുശേഷം പച്ചമുളക് ഇടുക, ഒരു തക്കാളി ഇടുക, മിക്സ് ചെയ്യുക. ഉപ്പ് മറക്കണ്ട. ഞാൻ ഉപ്പ് ഒരിക്കലും ടീസ്പൂൺ വെച്ചിടാറില്ല. എന്റെ കൈയളവ് നല്ല കുക്കിന് മാത്രമേ കിട്ടത്തുള്ളൂ. ഇപ്പോഴും വലിയ വലിയ കുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വരെ കൈയളവിൽ ചിലപ്പോൾ ഉപ്പ് കൂടിപ്പോയാൽ കറി വേസ്റ്റ് ആവും. ഉപ്പ് കുറഞ്ഞാൽ പിന്നെ ആണെങ്കിലും ഇടാം. എപ്പോഴും കൂടി പോവാതിരിക്കുക കേട്ടോ. അതാണ് നമ്മൾ ഗോൾഡൻ സെന്റൻസ്. നമ്മളോട് ആൾക്കാർ പറയുന്നത് ഇത് തന്നെയായിരിക്കും. എന്നിട്ട് നമ്മൾ കുക്കർ അടച്ചു വെക്കുന്നു. നിങ്ങളുടെ ഇഷ്ടത്തിന് ആവശ്യത്തിനനുസരിച്ച് എത്ര വേവിച്ച്, ചിലർക്ക് നല്ല വേവ് വേണമെങ്കിൽ അത്രയും വിസിലടിക്കുക. ആ സമയത്ത് തന്നെ